ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഞാനും നിങ്ങളും എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആയിട്ട് ശ്രമിക്കുന്നവരാണ് അധികം പേരും, ഞാൻ ഉൾപ്പെടെ. ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്, അല്ലെങ്കിൽ വെയിറ്റ് വെക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കഴിച്ചാലും നമുക്ക് വയറ് ഫില്ലിംഗ് ആവണം, അധികം കാർബ് കയറരുത്, അങ്ങനെയൊക്കെ കഴിക്കാൻ ഉള്ള ഓപ്ഷൻസ് നോക്കിയാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും മിക്കവരും, എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, മിക്കവരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുകയും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അയൺ, അതുപോലെ പ്രോട്ടീൻ, അതൊക്കെ കൂടി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഒട്ടും അരിയില്ലാണ്ട് അല്ലെങ്കിൽ ചോറ് ഉപയോഗിക്കാതെ നല്ല പഞ്ഞി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇഡ്ഡലി വലിയ പ്രിയമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛനും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ എൻ്റെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലമ്മയും കഴിക്കും. പക്ഷേ എനിക്ക് ഇഡ്ഡലി എന്ന് പറയുന്ന സാധനം കണ്ണിന് കണ്ടുകൂടായിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം അമ്മ എനിക്ക് ദോശ ഉണ്ടാക്കി തരും, നല്ലപോലെ നെയ്യൊക്കെ ഇട്ട് മുരിച്ച്. ആഹാ. പക്ഷേ ഇപ്പോൾ ഇഡ്ഡലി എനിക്കും ഇഷ്ടമാണ്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം വെയിറ്റ് കൂടും, അല്ലെങ്കിൽ എനിക്ക് അയ്യോ ഞാൻ ഇത്രയും കഴിച്ചല്ലോ, ഇത്രയും കാർബ് എനിക്ക് കയറിയല്ലോ എന്നുള്ള ഒരു ചിന്തയില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി പ്രോട്ടീൻ ഇഡ്ഡലി. അപ്പം നമുക്ക് നോക്കിയാലോ ഇതിൻ്റെ റെസിപ്പി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഇഡ്ഡലിയുടെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കുതിർക്കാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 കപ്പ് റാഗി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ അരിയേ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം എന്നോണം നമ്മൾ റാഗിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പയറാണ്, നമ്മുടെ സാധാരണ പച്ചപ്പയർ, 1/2 കപ്പ് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മസൂർ ദാൽ, ഓറഞ്ച് പരിപ്പില്ലേ, അതാണ്, അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഉഴുന്നുകൂടി 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം, മുഴുവനേ ഉള്ള ഉലുവ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് കുതിർക്കാനുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇതൊന്ന് കുതിർക്കാനിടാം. ഞാൻ പൊതുവേ ഇത് രാവിലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുതിർക്കാൻ വെക്കും. അതാവുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് അരച്ച് വെക്കാം. അപ്പോൾ ഞാൻ എടുത്ത പയറും റാഗിയും എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ അരച്ചെടുക്കും. ഇതിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ കുതിർക്കാനിട്ടതെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ മാവ് പുളിക്കാൻ വെക്കണം. അത് ഓവർനൈറ്റ് പുളിക്കാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂർ നമുക്കിതൊന്ന് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം ഞാൻ തലേന്നേ അരച്ച് വെച്ച മാവ് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊളിച്ച് പൊങ്ങി വന്ന മാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയ എന്ത് സോഫ്റ്റായിരിക്കും ഇഡ്ഡലി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അരി ഉഴുന്നും അരച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലി പോലെ തന്നെ നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ നല്ലതുപോലെ ഒന്ന് എണ്ണ തൂക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ച് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ തൂക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എള്ളെണ്ണ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ നല്ലെണ്ണയില്ലേ, അത് തേച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇഡ്ഡലി തട്ടിൽ മാവൊക്കെ ഒഴിച്ച് ഇഡ്ഡലി പുഴുങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള ഇഡ്ഡലിക്കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. ഡയറ്റും വെയിറ്റ് ലോസും ഒക്കെ നോക്കുന്നവർക്ക് യാതൊരു ടെൻഷനും കൂടാതെ ഇഡ്ഡലി കഴിക്കാം കേട്ടോ. കാരണം ഇതിൽ ഹൈ പ്രോട്ടീനും പിന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയോ ചോറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഇഡ്ഡലി സാമ്പാർ, ചമ്മന്തി, അതും അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ള മീൻ കറി, ചിക്കൻ കറി, അങ്ങനെ എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്വയ്ക്കും ഏട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ ഞാനിന്നിവിടെ കഴിക്കാൻ പോകുന്നത് നല്ല സാമ്പാറിൻ്റെ കൂടെയാണ്.
അപ്പോൾ വളരെ ഹെൽത്തി ആൻഡ് ഫില്ലിംഗ് ആയിട്ടുള്ള ഈ ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.